നമസ്കാരം, ഫുട്ബോൾ പേരിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ സ്പോർട്സ് റിപ്പോർട്ടറിൽ ഒരു ഡിസ്കഷൻ ഹാരിസ് നന്മറ ബ്രോയോടൊപ്പം ഒരു ചെറിയൊരു ഡിസ്കഷൻ, ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു. സോ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളെ വിളിച്ചതും ഒരു ഡിസ്കഷൻ നടത്താൻ പറ്റിയതും. താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്. സോ വീഡിയോ കാണാത്തതുകൊണ്ട് ഒന്ന് കാണുവാൻ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താങ്ക് യു ഓൾ ആൻഡ് താങ്ക് യു സ്പോർട്സ് റിപ്പോർട്ടർ ഫോർ ദ ഓപ്പർച്യൂണിറ്റി ആസ് വെൽ. സോ അവിടെ നമ്മൾ നേരെ വീഡിയോയിലോട്ട് കടക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സെമന്യോ സാഗയാണ് ഈ വിൻഡോയിലെ ബിഗസ്റ്റ് തിങ് അല്ലേ. ഇന്നലെ ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നു ചെൽസി ഡീലിൽ എൻ്റർ ആവുന്നു എന്നുള്ള രീതിയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തു. പിന്നീട് ഇന്നലെ വൈകിട്ട് ന്യൂസ് വരുന്നു ചെൽസി ഡിസിഷൻ എടുത്തിരിക്കുന്നു, പിന്മാറുകയാണെന്നുള്ള രീതിയിൽ ഡിസിഷൻ എടുത്തായിട്ട് വാർത്തകൾ വന്നു. സോ ഒഫീഷ്യലി സെമന്യോ മിക്കവാറും ആളുടെ ഡിസിഷൻ അറിയിച്ചാണ്, അതുകൊണ്ടായിരിക്കാം. ആൻഡ് യുണൈറ്റഡ് പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യുന്നു, ടാക്ടിക്കലി അമോറിയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഇതെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നു. ലിവർപൂൾ താരത്തിന് പിന്നാലെ ഉണ്ടെന്നും സീരിയസ് കണ്ടന്ററായിട്ട് ലിവർപൂൾ നോക്കുന്ന ഒരു പ്ലെയർ ആണെന്നുള്ള രീതി വാർത്തകൾ വന്നു. ഇതിനെല്ലാം ഇടയ്ക്ക് സിറ്റി ആദ്യമോട്ട് റേസിലുണ്ടെന്നുള്ളൊരു കാര്യം ഫാബ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം ഫാബ്രിസിയോ റൊമാനോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സെമന്യോ ഒഫീഷ്യലി ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. ബോൺമുത്തിനെയും അതുപോലെ തന്നെ അപ്രോച്ച് ചെയ്ത മറ്റ് ക്ലബ്ബുകളെ എല്ലാം അറിയിച്ചു എന്നാണ് കേൾക്കുന്നത്. മറ്റൊന്നുമല്ല, മാഞ്ചസ്റ്റർ സിറ്റി ഈസ് ദ ചൂസൺ ക്ലബ് ഫ്രം സെമന്യോ എന്നാണ് കേൾക്കുന്നത്. സോ ഡോക്കു ഓൺ ദ ലെഫ്റ്റ്, സെമന്യോ ഓൺ ദ റൈറ്റ്, അല്ലെങ്കിൽ ഡോക്കു ഓൺ ദ റൈറ്റ്, സെമന്യോ ഓൺ ദ ലെഫ്റ്റ്. സോ രണ്ട് സൈഡിലും കളിക്കാൻ പറ്റുന്ന പ്ലെയർ. ആൻഡ് പെപ്പിന്റെ ഇപ്പോഴത്തെ ഡയറക്റ്റ് അപ്രോച്ച് വെച്ച് നോക്കുമ്പോൾ ഇമാജിൻ ബ്രോ, സെമന്യോ, ഡോക്കു, റയാൻ ചെർക്കി, ഫോഡൻ ഇവരെല്ലാം ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. ബട്ട് അറ്റ്ലീസ്റ്റ് സെമന്യോ ഓഫ് ദ ബെഞ്ച് 16 കളികളിൽ നിന്ന് 8 ഗോളും 3 അസിസ്റ്റ് കൊണ്ട് ആൾക്ക് 11 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്, വിച്ച് ഈസ് റിയലി ഗുഡ്. ബോൺമുത്ത് പോലെ ഇപ്പം ഒരു ബിറ്റ് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നിൽക്കുകയാണ് ബോൺമുത്ത് ഈ സീസൺ ഓവറോൾ. സോ ചാമ്പ്യൻസ് ലീഗ്, ഫുട്ബോൾ, പ്രീമിയർ ലീഗ് എല്ലാത്തിനും സിറ്റി ഇപ്പം കോമ്പീറ്റ് ചെയ്യാനായിട്ട് സെമന്യോ പോലത്തെ ഒരു അഡീഷൻ കൂടുതൽ ഹെൽപ്ഫുൾ ആവും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പം തോന്നുന്നത്. പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയർ, റെഗുലർ സ്റ്റാർട്ടർ ആയാലും ഡെഫിനറ്റ്ലി ഈ ക്യാൻ കോമ്പീറ്റ് അല്ലെ, ആരെ വേണമെങ്കിലും ബെഞ്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു നെയ്മോടാണ്. സോ ഗ്രേറ്റ് അഡീഷൻ, ഒന്നും പറയാനായിട്ടില്ല. സോ അവിടുന്ന് നമ്മൾ നേരെ മെറ്റ് അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെമന്യോ കയ്യിൽ നിന്ന് പോയെങ്കിലും ഒരു മിഡ്ഫീൽഡറിന് വേണ്ടി രംഗത്തുണ്ടെന്നുള്ള രീതി വാർത്തകൾ കേൾക്കുന്നുണ്ട്. മാൻ യുണൈറ്റഡ് ഒരു ഷോർട്ട് ലിസ്റ്റ് മാൻ യുണൈറ്റഡ് സെറ്റ് ചെയ്തേക്കുന്നതിന്റെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് വെച്ച് നമുക്ക് റൂബൻ അമോറിം സിസ്റ്റം ഒക്കെ വെച്ച് വേണം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഇപ്പം റീസെന്റ് കേൾക്കുന്ന പേര് ഇപ്പം നമുക്കറിയാം, കോണർ ഗാലഗറും അതുപോലെ തന്നെ റൂബൻ നെവസും, ഈ രണ്ട് നെയിമാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ട് ഇപ്പം കേൾക്കുന്നത്. ഇതിലെ കോണർ ഗാലഗറിനെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ സമ്മറിൽ മെയിൻലി വിൽക്കും എന്നുള്ള രീതി വാർത്തകൾ കേൾക്കുന്നുണ്ട്. നെക്സ്റ്റ് സമ്മർ, ഈ സമ്മറിലും താരത്തിനെ റൈറ്റ് അപ്രോച്ചിന് വിൽക്കാൻ റെഡിയാണ്. യുണൈറ്റഡ് വളരെ ക്ലോസ് ആയിരുന്നു ആ ഡീൽ പുള്ളിയാണെന്ന് കേട്ടിരുന്നു, ലോൺ വിത്ത് ആൻ ഒബ്ലിഗേഷൻ ടു ബൈ. ആൻഡ് ഇപ്പൊ ഈ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിലോട്ട് വരുമ്പോഴും സെയിം ഇതിൽ തന്നെയാണ് അത്ലറ്റിക്കോ നിൽക്കുന്നത്. ലോൺ വിത്ത് ആൻ ഒബ്ലിഗേഷൻ ടു ബൈ ഡീലിന് ആര് വരുവാണെങ്കിൽ ഗാലഗറിനെ തങ്ങൾ സെല് ചെയ്യാൻ റെഡിയാണെന്നും ഗാലഗറും പ്രീമിയർ ലീഗിലോട്ട് ഇംഗ്ലണ്ടിലോട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. സ്പെയിൻ അല്ല ഇംഗ്ലണ്ടാണ് താരം പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നു. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ യുണൈറ്റഡ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാനായിട്ട് തന്നെയാണ് നോക്കുന്നതെന്നും ലോൺ വിത്ത് ആൻ ഒബ്ലിഗേഷൻ ടു ബൈ മേ ബി നടക്കാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ഒബ്ലിഗേഷൻ 35 to 40 million പൗണ്ട്സിന് ഇടയ്ക്ക് വന്നേക്കാമെന്നും വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചീപ്പർ ഓപ്ഷനായിട്ട് അൽ ഹിലാലിന്റെ പോർച്ചുഗീസ് മിഡ്ഫീൽഡറായ റൂബൻ നെവസിനെയും യുണൈറ്റഡ് നോക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ബെൻ ജേക്കബ്സിന്റെ റിപ്പോർട്ട് പ്രകാരം റൂബൻ നെവസിനെ 15 million euros അൽ ഹിലാൽ കൊടുക്കാൻ റെഡിയാണെന്നാണ് വാർത്തകൾ വരുന്നത്. റൂബൻ നെവസ് ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ ഫ്രീ ഏജന്റ് ആണ്. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ റൂബൻ നെവസിനെ 15 million കിട്ടിയാലും ഞങ്ങൾ കൊടുക്കും എന്നുള്ള രീതിയിലാണ് അൽ ഹിലാലിന്റെ അപ്രോച്ച് എന്ന് കേൾക്കുന്നു. അതേ സമയത്ത് സമ്മറിൽ താരത്തെ ഫ്രീ ഏജന്റായിട്ട് എത്തിക്കാൻ റയൽ മാഡ്രിഡും രംഗത്തുണ്ട് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. സോ ലെറ്റ്സ് സീ യുണൈറ്റഡ് ആരുടെ പുറകെ പോകുന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബലേബ, വാർട്ടൺ, അതുപോലെ തന്നെ സ്റ്റില്ലറെ, അതുപോലെ തന്നെ ആൻഡർസൺ, ഇവരെല്ലാം ലിസ്റ്റിലുണ്ടെന്നും വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാം ഒരു 100 million മുകളിലുള്ള ഒരു എക്സ്പെൻസീവ് സൈനിങ് ആയിരിക്കും. ബോൺമുത്തിന്റെ 22 വയസ്സുകാരനായ അലക്സ് സ്കോട്ടും യുണൈറ്റഡിന്റെ റഡാറിലുണ്ടെന്നും മേ ബി അവൈലബിൾ ആയിട്ട് ഒരു ചീപ്പർ ഓപ്ഷനായിട്ട് അവർ നോക്കുന്നുവെന്നും വാർത്തകൾ വരുന്നുണ്ട്. ജനുവരിയിൽ യുണൈറ്റഡിൽ അഡീഷൻസ് കാണും, അതിലൊന്ന് മിഡ്ഫീൽഡർ ആയിരിക്കുമെന്നും എല്ലാ റിലയബിൾ സോഴ്സുകളിൽ നിന്നും വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോബി മൈനോനെ തൽക്കാലം സെല് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ലെന്ന്, എസ്പെഷ്യലി ബ്രൂണോയുടെ റീസെന്റ് ഇഞ്ചറിയാണ് അതിന് കാരണമെന്നും വാർത്തകൾ സർക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ജോഷുവ സിർക്സ്കിയിലോട്ട് വരുമ്പോഴേക്കും താരത്തിൽ AS റോമയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഫാബ് ഉൾപ്പെടെയുള്ളവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. AS റോമയ്ക്ക് ലോൺ എത്തിക്കാനായിട്ടാണ് പ്ലാൻ. പക്ഷേ യുണൈറ്റഡ് പെർമനന്റ് സെയിൽ അല്ലാതെ ലോണിന് സിർക്സ്കിനെ ജനുവരിയിൽ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നില്ലെന്നും അവർ കീപ്പ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അവിടുന്ന് മെത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ നമുക്കറിയാം FC ബാർസലോണ ഒരു സെന്റർ ബാക്കിനെ
ജനുവരി നോക്കുന്നു എന്ന് കേൾക്കുന്നു. ക്രിസ്ത്യൻസിന്റെ ACL ഇഞ്ചറി കാരണം മേ ബി 4 months മേളിൽ ഔട്ടാണെന്നുള്ള റിപ്പോർട്ട് ലാലിഗയ്ക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്താൽ മേ ബി ഒരു 5 to 6 million ഇടയ്ക്ക് ഗ്യാപ്പ് ചിലപ്പം കിട്ടിയേക്കാം എന്നും വാർത്തകൾ വരുന്നുണ്ട്. അത് 5 million താഴെയാണെന്ന് കേൾക്കുന്നുണ്ട്, 5 to 6 million ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്, എക്സാക്ട്ലി അറിയത്തില്ല. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ മേ ബി ഒരു ചെറിയൊരു സൈനിങ് ബാർസ നടത്തിയേക്കാമെന്നും ബാർസയായിട്ട് ലിങ്ക്ഡ് ആയി കേൾക്കുന്ന നെയിം മാർക്കസ് സെനൻസി എന്ന് പറയുന്ന ബോൺമുത്തിന്റെ അർജന്റീനിയൻ സെന്റർ ബാക്ക് ആണ്. ലെഫ്റ്റ് ഫുട്ടഡ് CB ആണ്, 28 വയസ്സുകാരനാണ്. താരത്തിൽ ബാർസ ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം സെനേസി കോൺട്രാക്ട് റിന്യൂ ചെയ്തിരുന്നും എൻഡ് ഓഫ് ദ സീസൺ ഫ്രീ ഏജന്റ് ആയിട്ട് പോകാനാണ് പ്ലാൻ എന്നും റിപ്പോർട്ടുകൾ വരുന്നു. സോ ബോൺമുത്ത് മേ ബി ആ ലോസ് കട്ട് ചെയ്യാനായിട്ട് ജനുവരിയിൽ ചിലപ്പോൾ മുൻകൂട്ടി വിറ്റേക്കാം എന്നും വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ റിയലിസ്റ്റിക്കലി തിങ്ക് ചെയ്യുമ്പോൾ സെമന്യോ സെയിലിലൂടെ ഓൾറെഡി 65 million pounds വന്നു. സോ അവരിപ്പം റെലഗേഷൻ സോണിലോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ലെറ്റ്സേ സെനേസിനെയും ഇവരെ എല്ലാം കയ്യിൽ നിന്ന് പോയിട്ട് സെമന്യോ എല്ലാം പോയിട്ട് അവസാനം സീസൺ കൊളോ ആവുന്നതിലും ബെറ്റർ മേ ബി സെനേസിനെ കീപ്പ് ചെയ്തിട്ട് സമ്മറിൽ ഫ്രീ ഏജന്റ് ആയിട്ട് പോകുന്ന ആണെന്നൊരു ഡിസിഷൻ എടുക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ ഗെയ്യുടെ കാര്യം പറയുന്ന പോലെ തന്നെ നല്ലൊരു ഓഫർ വന്നാൽ ടെംപ്റ്റഡ് ആവാം. പക്ഷെ ആ നല്ലൊരു ഓഫർ കൊടുക്കാനുള്ള ഫൈനാൻഷ്യൽ FFPയിൽ ഒരു ഗ്യാപ്പ് ബാർസലോണയ്ക്കില്ല. സോ ബാർസലോണ നോക്കുന്ന പോലെ വെച്ചൊരു 10 million വല്ല ഓഫറുമായിട്ട് ചെന്നാൽ എനിക്ക് തോന്നുന്നില്ല ബോൺമത്ത് അധികം ടെംപ്റ്റഡ് ആയിരിക്കുന്നു. സോ സെനേസി ഇവന്തോ പോസിബിൾ ആവണമെങ്കിൽ ലെറ്റ്സ് പുള്ളി നല്ലപോലെ ഒരു പുഷ് നടത്തേണ്ടി വരും. ഐ ഡോണ്ട് നോ നടക്കുമെന്ന്. അതുപോലെ തന്നെയാണ് ആക്കേനെ ഇങ്ങോട്ടേക്ക് ബാർസലോണയ്ക്ക് ഓഫർ ചെയ്തു എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ. അതുപോലെ തന്നെ ആക്സൽ ഡിസാസിനെ ഒരു പെർമനന്റ് സെയിൽ, ലോൺ വിത്ത് ആൻ ഒബ്ലിഗേഷനോ അല്ലെങ്കിൽ ഒരു പെർമനന്റോ സെയിലിനോ ആണ് ചെൽസി പുഷ് ചെയ്യുന്നതെന്നും ലയോണിനും അതുപോലെ തന്നെ പാരിസ് FC-ക്കും AC മിലാനും എല്ലാം പുള്ളിനെ ഓഫർ ചെയ്തെന്നും ബാർസലോണയുടെ ഫ്രണ്ടിൽ ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് വാർത്തകൾ കേൾക്കുന്നുണ്ട്. ആൻഡ് AC മിലാനിൽ നിൽക്കുമ്പോൾ IC മിലാൻ നിക്കോളാസ് സ്യൂളിൽ ബോറുസിയ ഡോർട്ട്മുണ്ടിന്റെ ജർമ്മൻ ഇന്റർനാഷണൽ CBയിൽ ഇൻട്രസ്റ്റഡ് ആണെന്നും ലോൺ പ്രപ്പോസലായിട്ട് ഡോർട്ട്മുണ്ടിനെ സമീപിക്കുന്നു എന്നും വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഡോർട്ട്മുണ്ട് ലോൺ ഡീലിന് ഇൻട്രസ്റ്റഡ് അല്ലെന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. ബട്ട് ടൈറ്റ് ബഡ്ജറ്റിലാണ് AC മിലാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഈസി ആയിരിക്കത്തില്ല എന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. അവിടെ നമ്മൾ മറ്റ് അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ മസ്റ്റ് വാനോ ക്ലബ്ബ് വിടൂ എന്നുള്ള രീതിയിൽ ചില അർജന്റീനിയൻ സോഴ്സുകളിൽ നിന്നൊക്കെ വാർത്ത വരുന്നുണ്ടായിരുന്നു. ആളൊരു ലോൺ ഡീലിന് ഗെയിം ടൈം കിട്ടാനായിട്ട് പോകുന്നുള്ള രീതിയിൽ. പക്ഷെ അത് ഫേക്ക് ആണെന്നും താരം റയൽ മാഡ്രിഡിൽ തന്നെ തുടരുമെന്നുമാണ് വാർത്തകൾ വരുന്നത്. സോ റയൽ മാഡ്രിഡിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോഴേക്കും എൻട്രിക് ടു ഒളിമ്പിക് ലയോൺ ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. 1 million euros ഒരു ലോൺ ഫീസിനാണ് എൻട്രിക്ക് ലയോണിൽ ജോയിൻ ചെയ്യുക. 50% വേജസ് റയൽ കവർ ചെയ്യും, 50% ഒളിമ്പിക് ലയോണും കവർ ചെയ്യും. സോ നമുക്ക് നോക്കാം ഫോസസ്കാനായിട്ടുള്ള താരം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്. പെർമനന്റ് ബൈ ഓപ്ഷനോ ഓപ്ഷൻ ടു ബൈ അങ്ങനെ ഒരു സംഭവം ഇല്ല, ഒബ്ലിഗേഷനോ ഓപ്ഷനോ ഒന്നുമില്ല. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അതുപോലെ തന്നെ അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ചെൽസി സെൻട്രൽ ബാക്കിന് വേണ്ടി മാർക്കറ്റിലുള്ളതും അവർ അസലമീനോനെ ലോൺ ഡീല് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ച് ക്ലബിലോട്ട് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുവാണെന്ന് കേൾക്കുന്നു. ബൊറുസിയ ഡോർട്ട്മുണ്ടിൽ നല്ല രീതിയിലാണ് താരം ഡെവലപ്ഡ് ആവുന്നത്. സോ അസലമീനോനെ മേ ബി ലോൺ ഡീൽ ക്യാൻസൽ ചെയ്ത് മേ ബി ചെറിയൊരു ഫീസ് അങ്ങോട്ടേക്ക് പേ ചെയ്യേണ്ടവരായിരിക്കും ഈ ലോൺ ക്യാൻസൽ ചെയ്യുന്നതിൻ്റെ. ലോൺ ക്യാൻസൽ ചെയ്തിട്ട് താരത്തെ കൊണ്ടുവരാനായിട്ട് നോക്കുന്നു എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ എച്ചവെരിയുടെ ലോൺ ഡീലും സിറ്റി ക്യാൻസൽ ചെയ്തു ലെവർകൂസനുമായിട്ടുള്ളത്. ലെവർകൂസൻ മിനിറ്റ്സ് കിട്ടുന്നില്ല. സോ ജിറോണയിലോട്ട് സിറ്റിയുടെ തന്നെ ഗ്രൂപ്പ് ക്ലബായ ജിറോണയിലോട്ട് താരത്തെ ലോണിന് വിട്ടിട്ടുണ്ട് സീസൺ എൻഡ് വരെ. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അടുത്ത അപ്ഡേറ്റ്സ് പോകാനായിട്ടാണ് AS റോമ, യുവാൻ ഫെർഗൂസൻ, ലിയോൺ ബെയ്ലി അതുപോലെ തന്നെ കോസ്താസ് സിമിസ്കാസ് പോലത്തെ താരങ്ങളെ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ടെന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഗ്യാസ്പറീനിയുടെ പ്ലാനിൽ അവരില്ലെന്നും. അതുപോലെ തന്നെയാണ് ആർട്ടൺ ഡോബൈക്കിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും താരത്തിന് ഒരു പ്രപ്പോസൽ വന്നാൽ വിൽക്കാൻ റെഡിയാണെന്ന് വാർത്തകൾ കേൾക്കുന്നുണ്ട്. സൺഡർലൻഡും എവർട്ടണും അതുപോലെ തന്നെ വെസ്റ്റാമും താരത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. അൽ ഇത്തിഫാഖ് ആണെങ്കിൽ മരിയോ ബാലറ്റിലിയുടെ ഫ്രണ്ടിൽ ഒരു പ്രപ്പോസൽ വിട്ടു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ആൻഡ് ബ്രെനൻ ജോൺസൺ, സോ ബ്രെനൻ ജോൺസണിൽ ക്രിസ്റ്റൽ പാലസും ആസ്റ്റൺ വില്ലയും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്നും താരത്തിനെ ടെംപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ടോട്ടൻഹാം അധികം ഇൻട്രസ്റ്റഡ് അല്ല ബ്രെനൻ ജോൺസനെ വിൽക്കാൻ എന്നാണ് വാർത്തകൾ വരുന്നത്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അതുപോലെ തന്നെയാണ് ലൂക്കാസ് ബെർഗ്വാളിന്റെ പിന്നാലെ ലിവർപൂള് നടക്കുന്നുണ്ടെന്നും ഇന്റേണലി ഡിസ്കസ് ചെയ്യുന്ന ഒരു നെയിം ആണെന്നും ന്യൂസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ആ ഡീൽ ജനുവരിയിൽ പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബെർഗ്വാൾ ഇപ്പോൾ റീസെന്റ് ആ ടീമിലൊരു ഇന്റഗ്രൽ പാർട്ടാണ്. ഈസി ആയിരിക്കത്തില്ല ആ ഡീൽ പുള്ളി ചെയ്യാനായിട്ട്. അതുപോലെ തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ റാസ്പഡോറിക്ക് അധികം മിനിറ്റ്സ് ഇല്ല എന്നുള്ളൊരു കാര്യം അറിയാലോ. ആള് 11 ലീഗ് മാച്ചുകളിലാണ് ആൾ കളിച്ചത്. അതും മിക്കപ്പോഴും ഓഫ് ദ ബെഞ്ച് കുറച്ച് മിനിറ്റ്സേ കിട്ടാറുള്ളൂ. അതുപോലെ തന്നെയാണ് ചാമ്പ്യൻസ് ലീഗിൽ 2 മാച്ച് ആൾ കളിച്ചിട്ടുള്ളൂ. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ വേൾഡ് കപ്പ് ഇയറിൽ ഇറ്റലിക്ക് വേണ്ടി നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പുഷ് ചെയ്യുന്ന ഒരു നെയിമാണ്. ഇറ്റലി ക്വാളിഫൈ ആയിട്ടില്ല, ക്വാളിഫൈ ആയാൽ. സോ ഈ റാസ്പഡോറി മിനിറ്റ്സിന് വേണ്ടി മേ ബി ഒരു ലോൺ മൂവ് നടത്താനായിട്ട് പുഷ് ചെയ്യുന്നു എന്ന് കേട്ടിരുന്നു. അതിനിപ്പോൾ AS റോമയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്തൊരു ടേംസിൽ എത്തുകയാണെന്ന് ഫാബിൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈക്ക് ആയിരിക്കും ഡീല് വരിക എന്ന് കേൾക്കുന്നു. റാസ്പഡോറിനെ ഒരു ലോങ് ടേം പ്ലാനിൽ കാണുന്നില്ല എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെയാണ് സൊർലോത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് അത്ലറ്റിക്കോ ഡിസിഷൻ എടുത്തായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്.
അത്ലറ്റിക്കോ സൊർലോത്തും അതുപോലെ തന്നെ സിമിയോണി നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ആയെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ, സൊർലോത്തിലും പ്രീമിയർ ലീഗ് ക്ലബ്ബുകളും ടർക്കിഷ് ക്ലബ്ബുകളും ചില ബുണ്ടസ് ലീഗ ക്ലബ്ബുകളും ഇൻട്രസ്റ്റ് കാണിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്, അവിടെ എങ്ങനെ പോകുമെന്ന്. സോ ഇതൊക്കെയാണ് ഇപ്പം ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളും ഒക്കെ. സോ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. മറ്റു കുറേ അപ്ഡേറ്റുകളും മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഈ 7 ഡീലിലുള്ള ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം, കൂടാതെ ഏതൊക്കെ ഡീല് നടക്കും, നിങ്ങളുടെ ക്ലബ്ബ് പുഷ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. ഐ വുഡ് റിയലി ലൈക്ക് ടു സീ ബാർസലോണ സൈൻ എ ലെഫ്റ്റ് സൈഡഡ് CB. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇതിനിടയ്ക്ക് അബ്ദുൽ കരീം ലിങ്ക്സ് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ? അബ്ദുൽ കരീം എന്ന് പറയുന്ന ഹംസ അബ്ദുൽ കരീം എന്ന് പറയുന്ന ഈജിപ്തിന്റെ അല്ലഹ്ലിക്ക് വേണ്ടി കളിക്കുന്ന ഈജിപ്ഷ്യൻ സ്ട്രൈക്കർ, 17 വയസ്സാണ്, ഉടനെ 18 ആവും. താരമായിട്ട് പേഴ്സണൽ ടൈംസ് ഒക്കെ ബാർസ അഗ്രി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അല്ലഹ്ലി ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് കേൾക്കുന്നത്. ആൾ ബാർസ അത്ലറ്റിയിലോട്ടായിരിക്കും വരിക, മെയിൻ ടീം സൈനിങ് അല്ല എന്നാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.